സ്തോത്രം ചൊല്ലി പ്രാർത്ഥിച്ച് നമസ്കരിക്കുക. ഭാരതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന യുദ്ധ അന്തരീക്ഷം താൽക്കാലികമായിട്ട് ഒരു വെടിനിർത്തലൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു യുദ്ധ അന്തരീക്ഷം തീർത്തും മാറിയിട്ടില്ല. എല്ലാ അതിർത്തി കാക്കുന്ന സൈനികന്മാർക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകണം, ആർക്കും ഒരാപത്തും വരരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരമാവധി യുദ്ധം എന്നുള്ള ഒരു അവസ്ഥ ഒഴിവാക്കാൻ, അനിവാര്യമായിട്ടത് വേണ്ടി വന്നാൽ അനായാസേന ശത്രു സംഹാരം നടത്താൻ സാധിക്കണം. അതിനുവേണ്ടി ലക്ഷ്മി നൃസിംഹമൂർത്തിയെ ആരാധിക്കുകയാണ്. എല്ലാവരും തൊഴുത് പ്രാർത്ഥിക്കുക. ലക്ഷ്മി നൃസിംഹ കരാവലംബ സ്തോത്രം അവരവരുടെ മൊബൈലിൽ ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അത് എടുത്താൽ കൂടെ ചൊല്ലാം. അല്ലെങ്കിൽ 4ാമത്തെ വരി എല്ലാവരും ഒന്നിച്ച് ചൊല്ലുക. ലക്ഷ്മി നൃസിംഹ മമ ദേഹി കരാവലംബം, ലക്ഷ്മി നൃസിംഹ മമ ദേഹി കരാവലംബം എന്ന 4ാമത്തെ വരി എല്ലാവരും ഒന്നിച്ച് ചൊല്ലാം. ആ വരി മാത്രം 2 തവണ ആവർത്തിക്കുന്നുണ്ടാവും, എല്ലാവർക്കും ചൊല്ലാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട്. ശ്രീമത്പയോ നിധിനികേതന ചക്രപാണേ ഭോഗീന്ദ്രഭോഗമണിരഞ്ജിത പുണ്യമൂർത്തേ യോഗീശ ശാശ്വത ശരണ്യഭവാബ്ദിപോത ലക്ഷ്മീ നൃസിംഹ മമ ദേഹി കരാവലംബം, ലക്ഷ്മീ നൃസിംഹ മമ ദേഹി കരാവലംബം. ബ്രഹ്മേന്ദ്രരുദ്രമരുതർക്ക കിരീടകോടി സംഘട്ടിതാംഘ്രികമലാമലകാന്തികാന്ത ലക്ഷ്മീലസത്കുജ സരോരുഹരാജഹംസ ലക്ഷ്മീ നൃസിംഹ മമ ദേഹി കരാവലംബം, ലക്ഷ്മീ നൃസിംഹ മമ ദേഹി കരാവലംബം. സംസാരദാവദഹനാകര ഭീകരോരു ജ്വാലാവലീഭിരതിദഗ്ധതനൂരുഹസ്യ ത്വത്പാദപത്മസരസീരുഹമാഗതസ്യ ലക്ഷ്മീ നൃസിംഹ മമ ദേഹി കരാവലംബം.